നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ക്ലബ് എഫ്എം വിത്ത് ആർജെ ധ്വനി ആഷ്മി. Club FM Junior RJ. Club FM Junior RJ. ജൂനിയർ ആർജെ. Club FM Junior RJ. Presented by പിട്ടാപ്പിള്ളിൽ. ഗൃഹോപകരണങ്ങൾക്കും മൊബൈൽ ഫോണുകൾക്കും അത്യാകർഷകമായ ഓഫറുകളുമായി പിട്ടാപ്പിള്ളിൽ വാവ് സെയിൽ. പവർഡ് ബൈ കുക്ക് ഓഫ്. പവിഴം കുക്ക് ഓഫ് സ്മാർട്ട് കറി പൗഡേഴ്സ്. കറികളെല്ലാം ഇനി സ്മാർട്ട് ആണ്. ജൂനിയർ ആർജെ. ഇപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ, ഞാനൊരു തിരുവനന്തപുരംകാരിയാണ്. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നത് പല പല ഡിസ്ട്രിക്റ്റിലുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ തിരുവനന്തപുരത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. നമുക്ക് അടുത്ത് തന്നെ ഹോസ്പിറ്റലുണ്ട്, എയർപോർട്ടുണ്ട്, റെയിൽവേ സ്റ്റേഷനുണ്ട്, പിന്നെ വിഴിഞ്ഞം പോർട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് അടുത്തുണ്ട്. പക്ഷേ എൻ്റെ ഡ്രീം സിറ്റിയിൽ കുറച്ചും കൂടെ ഫെസിലിറ്റീസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് ഒന്ന് പങ്കുവെക്കാമെന്ന് ആലോചിക്കുമായിരുന്നു. ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, ഈ ഫോറിൻ കൺട്രീസിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ തന്നെ ഒരു തൊഴിൽ ചെയ്താണ് ജീവിക്കുന്നത്. അതായത് ബാലവേല പോലെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, എന്നാൽ നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുന്ന, നമുക്ക് ഇഷ്ടമുള്ള ഒരു തൊഴിൽ, നമുക്ക് സമ്പാദിക്കാൻ കഴിയുന്ന ഒരു തൊഴിൽ. അപ്പോൾ അത് എൻ്റെ ഡ്രീം സിറ്റിയിൽ വേണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമാണ്. പിന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ സ്കൂളിൽ പോകുന്ന വഴിക്ക് ഒരു സിഗ്നൽ ഉണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര ബ്ലോക്കായി. അപ്പോൾ ഈ 2 വീലറുകാരൊക്കെ ഫുട്പാത്തിൽ കൂടെ ഇങ്ങ് കയറിപ്പോയി. അപ്പോൾ ഓപ്പോസിറ്റ് വന്നൊരു മാമനുണ്ടായിരുന്നു കേട്ടോ. ആ അങ്കിള് ഇവരെയൊക്കെ വഴക്ക് പറഞ്ഞു, എന്തിനാണ് ഫുട്പാത്തിൽ കൂടെ കയറി പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ ആരും മൈൻഡ് ചെയ്തില്ല. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, എൻ്റെ ഡ്രീം സിറ്റിയിൽ കുറച്ചും കൂടെ ശക്തമായ ട്രാഫിക് റൂൾസ് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പിന്നെ ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമുക്ക് എത്ര രാത്രി ആയാലും നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് സൺലൈറ്റ് ലഭിക്കുന്ന ഒരു ടെക്നോളജി ഒരു അമേരിക്കൻ കമ്പനി കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് സാറ്റലൈറ്റ് വഴിയാണ് കേട്ടോ. പക്ഷേ ഞാൻ ആലോചിക്കുകയാണ്, എൻ്റെ ഡ്രീം സിറ്റിയിൽ ഇതേപോലത്തെ ഒരു ടെക്നോളജി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അതായത് ഇപ്പോൾ കേരളത്തിൽ മഞ്ഞൊന്നും ഇല്ലല്ലോ, അതായത് മഞ്ഞ് വീഴുന്ന രീതിയിലുള്ള മഞ്ഞൊന്നുമില്ല. അപ്പോൾ നമുക്ക് മഞ്ഞ് വേണമെന്ന് തോന്നുമ്പോൾ മഞ്ഞ് വീഴുന്ന രീതിയിലും, മഴ പെയ്യുന്നു തോന്നുമ്പോൾ മഴ പെയ്യുന്ന രീതിയിലും, വെയിൽ വേണമെന്ന് തോന്നുമ്പോൾ വെയിൽ വരുന്ന രീതിയിലും ഉള്ളൊരു ടെക്നോളജിയാണ്. എൻ്റെ ഡ്രീം സിറ്റിയിൽ എല്ലാ സ്ഥലത്തും സ്ട്രീറ്റ് ലൈറ്റ് വേണം. പിന്നെ ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഗ്രൗണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നല്ലേ പണ്ട്, ഒരുപാട് ഗ്രൗണ്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് വലുതായിട്ട് ഗ്രൗണ്ടുകളൊന്നും നമ്മൾ കാണാറില്ല. ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ സ്കൂളുകളുടെയോ കോളേജുകളുടെയോ ആയിരിക്കും. അതേപോലെ ഉള്ള ഗ്രൗണ്ട്സ് എല്ലാം പൂട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് ഗ്രൗണ്ടുകൾ ഓപ്പൺ ചെയ്യണം എന്നുള്ളത് എനിക്കൊരാഗ്രഹമാണ്. അതെൻ്റെ ഡ്രീം സിറ്റിയിൽ വേണം എന്നുള്ളത് എനിക്കൊരാഗ്രഹമാണ്. അതേപോലെ ഇവിടെ ഏത് സ്ഥലത്ത് നോക്കിയാലും ഇഷ്ടംപോലെ ഫ്ലെക്സ് ആണല്ലേ, ഇഷ്ടംപോലെ ഫ്ലെക്സ് ആണ്. ചില ഫ്ലെക്സുകൾ നമ്മൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടി കാണാൻ പറ്റാത്ത രീതിയിലായിരിക്കും വെച്ചിരിക്കുന്നത്. ഒരുപാട് ഫ്ലെക്സിൻ്റെ വേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, ഈ മഴയും കാറ്റും ഒക്കെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടക്കുന്ന കാണാറുണ്ട്. എന്നാൽ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ ന്യൂയോർക്കിലും ടോക്കിയോയിലും അമേരിക്കയിലും അങ്ങോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ ഈ ബിൽഡിങ്സിൽ തന്നെയാണ് ഫ്ലെക്സ് ആയിട്ടല്ല, അഡ്വർടൈസ്മെൻറ്റ് ബോർഡ് പോലെ. അതേപോലെ തന്നെ എനിക്ക് ഈ പബ്ലിക്കായിട്ട് നിന്ന് സ്മോക്ക് ചെയ്യുന്നതും അതേപോലെ ഈ മുറുക്കാനൊക്കെ ചവച്ചിട്ട് തുപ്പയൊക്കെ ചെയ്യാറുണ്ടല്ലോ, അതൊന്നും ഇല്ലാണ്ട് നല്ല ക്ലീൻ സിറ്റി ആയിരിക്കണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഹാപ്പിനെസ്സിൽ ഫോക്കസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം എൻ്റെ ഡ്രീം സിറ്റി പോകുന്നത്. ഇത്രയും ഫെസിലിറ്റീസ് ഉണ്ടായിട്ട് കാര്യമില്ല. എൻ്റെ ഡ്രീം സിറ്റിയിലെ ആൾക്കാർ എല്ലാ റൂൾസും അനുസരിക്കുന്ന ആൾക്കാരായിരിക്കണം. അപ്പോൾ എൻ്റെ ഡ്രീം സിറ്റി ഇങ്ങനെയാണ്. അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തതിന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. Keep listening to Club FM with me, RJ ധ്വനി ആഷ്മി. 10 കണക്കിന് ഫൺ.